നമസ്കാരം. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ വധശ്രമ കുറ്റം ചുമത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഗൺമാൻ അനിൽ കലിയൂർ, സുരക്ഷാ ജീവനക്കാരൻ സന്ദീപ് എന്നിവരടക്കമുള്ള പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വധശ്രമം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയേക്കുമെന്നാണ് സൂചന. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആക്ഷേപം നേരിടുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളും അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നതോടുകൂടി വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്കായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക. തിങ്കളാഴ്ച 5 പോലീസുകാരുടെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങുമെന്നാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഇതിനിടെ പോലീസ് മേധാവി ഉന്നത തലത്തിൽ നിർണായകമായ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. നവകേരള ബസ് യാത്രക്കിടെ കരിങ്കൊടി കാണിച്ച പ്രതിഷേധക്കാരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പമുണ്ടായിരുന്ന ഗൺമാന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും വാഹനത്തിൽ നിന്നും ഇറങ്ങി ഇവരെ ക്രൂരമായി മർദ്ദിച്ചത്. അന്നീ സംഭവത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഭരണകൂടം ന്യായീകരിച്ചിരുന്നുവെങ്കിലും നിയമത്തിന് മുന്നിൽ ആ വാദങ്ങൾ പൊളിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പ്രതിഷേധക്കാരെ ഗൺമാനും മറ്റ് പോലീസുകാരും ലാത്തിക്കൊണ്ട് തലക്കടിക്കുന്നതിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനമേറ്റ AD തോമസ് MLA, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജോൽ കുര്യാക്കോസ് എന്നിവരുടെ മൊഴികൾ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം വിശദമായി തന്നെ രേഖപ്പെടുത്തി. ജീവന് ഭീഷണിയാക്കുന്ന രീതിയിൽ തലയ്ക്കാണ് അടിയേറ്റത് എന്ന മൊഴികളുടെയും ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കേസ് വധശ്രമത്തിലേക്ക് മാറ്റാൻ SIT ഒരുങ്ങുന്നത്. കേസിന്റെ അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച SIT തലവൻ SP ഷൗക്കത്ത് അലി DGPക്ക് സമർപ്പിക്കും. ഗൺമാന്മാർക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾക്ക് പുറമെ വലിയ രീതിയിലുള്ള വകുപ്പ് തല നടപടികൾക്കും വഴി തെളിയുകയാണ്. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ S സന്ദീപ്, അകമ്പടി പോയ പോലീസുകാരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരുൾപ്പെടെ 5 പേരെ തിങ്കളാഴ്ചയോടുകൂടി സസ്പെൻഡ് ചെയ്യുമെന്നാണ് സൂചന. ഇതിനുള്ള ശുപാർശ അന്തിമ റിപ്പോർട്ടിൽ ഉണ്ടാകും. കേസിലെ FIRഉം കേസ് ഡയറിയും അട്ടിമറിക്കാൻ ഒത്താശ ചെയ്തു എന്ന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനോട് SIT വിശദീകരണം തേടും. ഔദ്യോഗിക രേഖകളിൽ മാറ്റം വരുത്താൻ നിർദ്ദേശം നൽകിയതിലൂടെ വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ADGPക്കെതിരെ നിലനിൽക്കുമോ എന്ന കാര്യവും പരിശോധിക്കുകയാണ്. വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെയും കടുത്ത വ്യാജരേഖാ നിർമ്മാണ കേസിനും വകുപ്പ് തല നടപടിക്കും സാധ്യതയുണ്ട്. നിലവിലെ ഇടക്കാല റിപ്പോർട്ടിലെ വിവരങ്ങൾ SIT തലവൻ DGPയെ നേരിട്ട് ധരിപ്പിച്ചിട്ടുണ്ട്. വധശ്രമം പോലെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെടുമെന്ന് ഉറപ്പായതോടുകൂടി പോലീസുകാർ അറസ്റ്റ് ഭയന്ന് നിയമസഹായം തേടുകയാണിപ്പോൾ. ഗൺമാൻ അനിൽ കലിയൂർ, സന്ദീപ് എന്നിവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചു. പ്രതിപട്ടികയിലുള്ള ബാക്കി 3 പോലീസുകാർ തിങ്കളാഴ്ച കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. മുഖ്യമന്ത്രിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ പ്രതിഷേധക്കാർ പാഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കുക എന്ന ഔദ്യോഗിക ചുമതല മാത്രമാണ് തങ്ങൾ നിർവഹിച്ചത് എന്നതാണ് പ്രതികളുടെ വാദം. അന്ന് സംഭവ സ്ഥലത്ത് ലോക്കൽ പോലീസിന്റെ എണ്ണം കുറവായിരുന്നതിനാലാണ് തങ്ങൾക്കത് ചെയ്യേണ്ടി വന്നത് എന്നും ജാമ്യാപേക്ഷയിൽ ഇവർ വ്യക്തമാക്കുന്നു. എന്നാൽ പോലീസ് കസ്റ്റഡിയിലുള്ള വ്യക്തികളെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് എങ്ങനെയാണ് സുരക്ഷാ ഡ്യൂട്ടിയുടെ ഭാഗമാകുന്നത് എന്ന ചോദ്യമാണ് നിയമവൃത്തങ്ങളിൽ ഉയർന്നു വരുന്നത്. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഈ സംഭവത്തിൽ ഭരണം മാറിയതോടുകൂടി അന്വേഷണം ഊർജിതമായത് സ്വാഭാവിക നടപടിയായി UDF കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ സസ്പെൻഷൻ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നതിനാൽ തന്നെ പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിലെ ഉന്നതരുമായി നിർണായകമായ ചർച്ചകളിലാണ്. ഭരണകൂടത്തിന്റെ തണലിൽ നിയമം കയ്യിലെടുത്ത പോലീസുകാർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് തന്നെയാണ് സർക്കാർ നൽകുന്ന സൂചന. എന്നാൽ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥരെ വേട്ടയാടുന്നത് എന്ന ആക്ഷേപവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നേക്കും. തിങ്കളാഴ്ച DGPക്ക് സമർപ്പിക്കുന്ന അന്തിമ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമായി മാറിയേക്കാം. പിണറായി വിജയനും ഈ ശിക്ഷയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.